ഈ ഇരുത്തവും ഈ സന്ദർഭങ്ങളുമൊക്കെ നാളെ പരലോകത്ത് മഹ്ശറ വൻസഭയിൽ നമ്മുടെ ദുരിതങ്ങളെ അള്ളാഹു നീക്കി തരുന്ന ഇരുത്തമാക്കി സ്വീകരിക്കുമാറാവട്ടെ. പരലോകം, മഹ്ശർ എന്ന വിഷയം, ഇന്നലെ ഞാൻ പരാമർശിച്ച വിഷയങ്ങൾ തന്നെ ആമുഖമായി ഞാൻ പറഞ്ഞു. ഒരുപാട് വിഷയങ്ങൾ അതിൽ ഇനിയും പറയാൻ കിടക്കുകയാണ്. അത്യാവശ്യപ്പെട്ട പലതും വിട്ടുപോയിട്ടുമുണ്ട്. പക്ഷെ എല്ലാം കൂടി പറയുമ്പോൾ തന്നെ അത്യാവശ്യപ്പെട്ട പലതും പറയാൻ വിട്ടുപോയിട്ട് തന്നെ എത്ര സമയം പിടിച്ചു എന്ന് നിങ്ങൾക്ക് ഇന്നലെ അനുഭവമാണല്ലോ. ഖബറിൽ നിന്ന് അല്ലാഹു തആല നിശ്ചയിക്കുന്ന ഒരു സന്ദർഭം നാം മദ്രസയിൽ പഠിച്ച കാലത്ത് തന്നെ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോൾ ഈ ലോകം നശിക്കും. രണ്ടാമത് ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോൾ പുനർജന്മമുണ്ടാകും, മഹ്ശറയിലേക്ക് യാത്രയാക്കപ്പെടും. ഇങ്ങനെ നാം പഠിച്ചു വെച്ചിട്ടുണ്ട്. സത്യം അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇത് മൂന്നാമത്തെ ഊതുമ്പോഴാണ് മഹ്ശറയിലേക്ക് യാത്രയാക്കപ്പെടുന്നത് എന്നാണ് ഖുർആൻ വിവരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ ഊത്തോടുകൂടി ഈ ലോകം മുഴുവനും കടപുഴകി പർവ്വതങ്ങളെല്ലാം ചിന്നിച്ചെതറുവാനും ആകാശങ്ങൾ ഇടിഞ്ഞു വീഴുവാനും ഈ ലോകത്തിന്റെ എല്ലാ നിലപാടുകളും തെറ്റി സൂര്യനക്ഷത്രാദികളും മുഴുവനും തകിടം മറിഞ്ഞ് ആകപ്പാടെ അന്തരീക്ഷം മലിനമാകുന്ന കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്ന രംഗമാണ് ഒന്നാമത്തെ ഊത്തിൽ നടക്കുന്നത്. രണ്ടാമത്തെ ഊത്ത് നടക്കുമ്പോൾ, ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമത്തെ ഊത്ത് നടക്കുമ്പോഴാണ് ഈ ലോകം നശിക്കുന്നത്. അപ്പോൾ പിന്നെ മൂന്നാമത്തെ ഊത്ത് ഊതുമ്പോഴാണ് മൂന്നാമത്തെ ഊത്ത് ഊതുമ്പോൾ പരലോകത്തേക്കുള്ള യാത്ര മൂന്നാമത്തെ ഊത്തിന് ശേഷമാണ്. ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞതാണ് ഈ കാര്യം. ഇസ്രാഫീൽ അലൈഹിസ്സലാം ഉൾപ്പെടെ രണ്ടാമത്തെ ഊത്തോടുകൂടി മരണപ്പെട്ടു പോയി. അസ്രായീൽ മരിച്ചുപോയി. കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹു, അല്ലാഹു അല്ലാത്ത എല്ലാ വസ്തുക്കളും ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു മാത്രമേ ബാക്കിയുള്ളൂ. മലക്കുകൾ ഉൾപ്പെടെ മരണപ്പെട്ടു. മലക്കുകളുടെ നേതാവായ മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഉൾപ്പെടെയുള്ള ലോകത്തെ എല്ലാ സൃഷ്ടികളുടെയും റൂഹനെ പിടിച്ചിരുന്ന, ജീവികളുടെയും റൂഹനെ പിടിച്ചിരുന്ന അസ്രായീൽ അലൈഹിസ്സലാം ഉൾപ്പെടെ സർവ മലക്കുകളും മനുഷ്യന്മാരും ജിന്നുകളും ഭൂതങ്ങളും സർവവും മരണപ്പെട്ടു പോയി. ലോകം മുഴുവനും നശിച്ചുപോയി. അല്ലാഹു മാത്രം ബാക്കിയാണ്. കുറെ കാലം അങ്ങനെ കിടന്നതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുന്ന സന്ദർഭം, ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ അല്ലാഹു ഹയാത്താക്കുന്നു. എന്നിട്ട് ഇസ്രാഫീൽ അലൈഹിസ്സലാമിനോട് പറയുന്നു, ഇസ്രാഫീലെ സൂർ എന്ന കാഹളത്തിൽ ഊതാൻ. ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതുമ്പോൾ ഈ ലോകം വീണ്ടും പുനർജനിക്കപ്പെടുന്നു. ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. എവിടെ നിന്നോ ദൂരെ നിന്നൊരു വിളിയാളം വരുമ്പോൾ, മിൻ മക്കാനിൻ ബഈദ് യുനാദിൽ മുനാദി മിൻ മക്കാനിൻ ബഈദ്, അങ്ങകലെ വളരെ വിദൂരമായ എവിടെ നിന്നോ ഒരു വിളിയാളം. ആ വിളിയാളം കേട്ടുകൊണ്ട് സർവ്വ ജനങ്ങളും നെട്ടിയുണർന്നു. അവരെല്ലാം ഉണർത്തപ്പെട്ടുകൊണ്ട് എവിടെന്നാണോ വിളി കേട്ടത് ആ കേട്ട ഭാഗത്തേക്ക് ആളുകൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എവിടെന്നാണ് വിളി കേട്ടത്? എത്രയോ ദൂരെ നിന്ന് എവിടെന്നോ ആണ് കേട്ടത്. ആ കേട്ട ഭാഗത്തേക്ക് ജനങ്ങളെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുമ്പോൾ വഴിയിൽ വെച്ച് പിന്മാറാൻ സാധിക്കുമോ? എങ്ങോട്ടാ പോകുന്നത്, എന്തിനാ പോകുന്നത് എല്ലാവർക്കും ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ തെമ്മാടികളായ ആളുകളെ കൊണ്ടുപോകുന്ന രംഗമുണ്ട്. സ്വാലിഹീങ്ങളായ ആളുകൾ, പണ്ഡിതന്മാർ, ഇവരൊക്കെ പോകുന്ന വിവിധ രംഗങ്ങൾ ഹദീസുകളിലുണ്ട്. തെമ്മാടികളായ ആളുകളെ മുഖം കുത്തിക്കൊണ്ടാണ്, മുഖത്ത് വലിച്ചുകൊണ്ടാണ്, കാല് കുത്തിയിട്ടല്ലേ ഇന്ന് നടക്കുന്നത്. അന്ന് മുഖം കുത്തിക്കൊണ്ടാണ് മഹ്ശറയിലേക്ക് ഹാജരാക്കപ്പെടുന്നത്. സ്വഹാബത്ത് ചോദിച്ചു, നബിയേ, മുഖം കുത്തിയിട്ട് എങ്ങനെയാ നടക്കുക?
അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, കാലുകൊണ്ട് എങ്ങനെയാണോ നടക്കുന്നത്, കാലുകൊണ്ട് നടക്കാൻ കഴിവ് സൃഷ്ടിച്ച അള്ളാഹുവിന്, ഈ പ്രപഞ്ചം മുഴുവനും നശിച്ചു പോയിട്ട് രണ്ടാമതും ഹയാത്താക്കിയ അള്ളാഹുവിന്, ഇതെല്ലാം ചെയ്യാൻ കഴിവുള്ള അള്ളാഹുവിന് മുഖത്തിന്റെ മുകളിൽ നടത്താനും കഴിയുമല്ലോ. പല ജാതി ആളുകൾ പലവിധ തെറ്റ് ചെയ്തവരാണ്. പലിശ തിന്നവരുണ്ട്, വ്യഭിചാരം ചെയ്തവരുണ്ട്, ഉപദേശങ്ങൾ നൽകുന്നവരുണ്ട്, അതനുസരിച്ച് ജീവിച്ചവരും ജീവിക്കാത്തവരുമുണ്ട്. വിവിധ രൂപങ്ങളിലുള്ള ആളുകളുണ്ട്. അവരെയൊക്കെ വിവിധ രൂപങ്ങളിലാണ് മഹ്ശറിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. പലിശ തിന്നവരെ കൊണ്ടുപോകുന്ന രംഗം എല്ലാം ഹദീത്തിൽ സുപരിചിതമാണ്, വിശാലമായി പറഞ്ഞിട്ടുണ്ട്. ഞാനതെല്ലാം പറയാൻ വിശാലമായി അതിലേക്ക് കടന്നു ചെല്ലുന്നില്ല. അങ്ങനെ അല്ലാഹു തആല മഹ്ശറിലേക്ക് കൊണ്ടുപോകുമ്പോൾ തമ്മാടികൾക്ക് അറിയാം എങ്ങോട്ടായി പോകുന്നത്, എന്തിനാ പോകുന്നത്. വഴിയിൽ വെച്ച് പിന്മാറിയാൽ രക്ഷപ്പെടുമോ? ബോംബെയിൽ നിന്നോ മദ്രാസിൽ നിന്നോ ഒരു കള്ളനെ പിടികൂടിയിട്ട് എറണാകുളം ഹൈക്കോടതിയിലേക്ക് പോലീസുകാർ കൊണ്ടുവരുമ്പോ ട്രെയിനിൽ വെച്ച് ആ കള്ളനതാ വണ്ടിയിൽ നിന്ന് ചാടി രക്ഷപ്പെടാറുണ്ട്. പത്രത്തിൽ നമ്മൾ വായിക്കാറുണ്ട്. ഹോട്ടലിൽ കയറുമ്പോഴോ മൂത്രമൊഴിക്കാനോ പോകുമ്പോ പോലീസുകാരെ കണ്ണുവെട്ടിച്ച് കള്ളന്മാര് രക്ഷപ്പെടാറുണ്ട്. സാധാരണ ഇതൊക്കെ പത്രങ്ങളിൽ വരാറുണ്ട്. എന്നാൽ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് മഹ്ശറിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് വഴിയിൽ വെച്ചുകൊണ്ട് എവിടെ നിന്നും ഒളിച്ചോടി പോകാൻ സാധ്യമല്ല. നടക്കുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറാനും സാധ്യമല്ല. ആ മലക്കുകൾ അവനെ തെളിച്ചു കൊണ്ടുപോകുന്നു, കൈപിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നു, പിന്നിൽ നിന്ന് തെളിച്ചു കൊണ്ടുപോകുന്നു. സായിഖും വശഹീദ് വമഅഹു സായിഖും വശഹീദ്. ഖബറിൽ നിന്ന് പോകുന്ന സമയത്ത് നമ്മുടെ റെക്കോർഡുകളെല്ലാം ചുമന്നുകൊണ്ട് ഷഹീദ് മലക്ക് കൂടെയുണ്ട്. ദുനിയാവിൽ നാം ജീവിച്ചപ്പോൾ നമ്മുടെ അമലുകളെല്ലാം രേഖപ്പെടുത്തിയ റഖീബ് അതീദില്ലേ, ആ റഖീബ് അതീദിനെ അല്ലാഹു തആല ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ സർവ്വകാര്യങ്ങളും എഴുതി വെക്കാൻ. പറയുന്നതും കേൾക്കുന്നതും ചെയ്യുന്നതും നമ്മിൽ നിന്ന് എന്തെല്ലാം നല്ലതും ചീത്തയും സംഭവിച്ചോ അത് മുഴുവനും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി അല്ലാഹു തആല മലക്കുകളെ വെച്ചിട്ടുണ്ട്. ആ മലക്കുകൾ അതാ നമ്മെ ഹാജരാക്കുന്നു അല്ലാഹുവിന്റെ മുമ്പിൽ. മലക്കുകളുടെ ഡ്യൂട്ടി നിർവഹിച്ച് നാം മരിച്ചു കഴിഞ്ഞാൽ അങ്ങ് വിട്ടുപിരിഞ്ഞു പോവുകയല്ല. നാം മരിച്ച് നമ്മുടെ മയ്യത്ത് ഖബറിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഖിയാമത്ത് നാൾ വരെ ആ റഖീബ് അതീദ് കാൽഭാഗത്തും തലഭാഗത്തും നിൽക്കുകയാണ്. നാം ഈ ദുനിയാവിൽ ചെയ്തിരിക്കുന്ന സൽക്കർമ്മമാണ് എങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വേണ്ടി അവര് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ആ മലക്കുകളെ വിഷമിപ്പിക്കുന്ന വല്ല പണികളും നാം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മലക്കുകൾ ഖബറിന്റെ മുകളിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രതികൂലമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഉദാഹരണമായി കക്കൂസിൽ വെച്ച് സംസാരിച്ച മനുഷ്യനാണെന്ന് വെക്ക്. ഒരു ഉദാഹരണം പറയുകയാണ്. സംസാരിക്കാൻ പാടില്ലാത്ത ചില സന്ദർഭങ്ങളുണ്ട്. കക്കൂസിൽ വെച്ച് സംസാരിക്കാൻ പാടില്ല. ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കുന്നത് ശരിയല്ല. അതിന്റെ മുമ്പാവാം, അതിന്റെ ശേഷമാകാം. പറയാനുള്ളതൊക്കെ ആമുഖമായി പറയാം. രണ്ടുപേരും കൂടി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സംസാരങ്ങളൊന്നും പാടില്ല. ഹറാമാണെന്നല്ല, ഒരാള് സംസാരിച്ചാൽ അവനെ ശിക്ഷിക്കപ്പെടും, അങ്ങനത്തെ ഹറാമാണ് എന്നല്ല. പക്ഷേ ഒരു നല്ല പണിയല്ലത്. എന്താ കാരണം? ഈ രണ്ട് സന്ദർഭങ്ങളിൽ സംസാരിക്കുന്ന സമയത്ത് നാം നമ്മുടെ ഭാര്യയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ അള്ളാഹു വെച്ച മലക്കുകൾ നമ്മെ വിട്ടുപിരിഞ്ഞു നിൽക്കും. കക്കൂസിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ആ മലിനമായ സ്ഥലത്തേക്ക് റഖീബ് അതീദ് കടക്കുകയില്ല. അവരിങ്ങോട്ട് പുറകോട്ട് മാറി നിൽക്കും. നാം അതിൽ വെച്ച് സംസാരിക്കുമ്പോ അള്ളാഹു അവരെ എന്തൊരു പണിക്ക് ഏൽപ്പിച്ചുവോ ആ പണി കൃത്യമായി ചെയ്യുന്നതിന് ഒരു തടസ്സവും ഒരു വിഷമവും നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. മലക്കുകളതാ വിഷമിക്കുകയാണ്. അള്ളാഹു ഞങ്ങളെ ഏൽപ്പിച്ചത് ഇവൻ ചെയ്ത സർവ്വ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യാനല്ലേ? ഞങ്ങൾ അവനെ വിട്ടുനിന്ന സമയത്തല്ലേ അവൻ സംസാരിച്ചത്? കക്കൂസി വെച്ചല്ലേ സംസാരിച്ചത്? അവരുടെ പ്രവർത്തനം സുഗമമായി നടത്താൻ അവർക്കൊരു പ്രയാസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നാം. അതുകൊണ്ട് തന്നെ
ഖബറിലേക്ക് നാം വന്നു കഴിഞ്ഞാൽ റഖീബ് അതീദ് ഖബറിന്റെ തലഭാഗത്തും കാൽഭാഗത്തും നിൽക്കും. നമ്മുടെ തലഭാഗത്തും കാൽഭാഗത്തും നിൽക്കും. അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും, അല്ലാഹുവേ, ഈ മനുഷ്യൻ കക്കൂസിൽ വെച്ച് സംസാരിച്ചവനാണ്, മൂത്രപ്പുരയിൽ വെച്ച് സംസാരിച്ചവനാണ്, ഞങ്ങൾക്കിവൻ പ്രയാസം സൃഷ്ടിച്ചവനാണ്, നീ ഞങ്ങളെ ഏൽപ്പിച്ച പണി കൃത്യമായി ചെയ്യുന്നതിന് തടസ്സം ചെയ്തവനാണ്. അതുകൊണ്ട് റഹ്മാനായ റബ്ബേ, ഖിയാമത്ത് നാൾ വരെ ഇവനെ നീ ശിക്ഷിച്ചു കൊണ്ടിരിക്കണേ അല്ലാഹ് എന്ന് റഖീബ് അതീദ് ഖബറിന്റെ സമീപത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമെന്ന് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. ഇതുപോലെ ഭാര്യയുമായി ബന്ധപ്പെടുന്ന സമയത്തും നാം സംസാരിക്കുന്നത് ശരിയല്ല. ഇങ്ങനെ ഈ മലക്കുകൾ നമ്മുടെ ഖബറിന്റെ സമീപത്താണ്. ഇത് വിചാരിച്ചുകൊണ്ട്, ഇത് പേടിച്ചുകൊണ്ട്, സൂക്ഷിച്ചുകൊണ്ട് കക്കൂസിനുള്ളിൽ കടന്നാൽ സംസാരിക്കാതെ മിണ്ടാതെ ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തിരിച്ചു പോരുന്ന പക്ഷം അള്ളാഹുവിന്റെ മലക്കുകൾ ആ ഖബറിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പടച്ചവനെ, ഞങ്ങൾക്ക് ഒരു പ്രയാസവും വരുത്താത്ത മനുഷ്യനാണ്, അതുകൊണ്ട് ഇദ്ദേഹത്തെ ഖബറിൽ വെച്ച് ശിക്ഷിക്കല്ല അല്ലാഹ്. റഖീബ് ദുആ ചെയ്യും, അതീദ് ആമീൻ പറയും. നേരത്തെ രണ്ടുപേരും ദുആ ചെയ്തതും ആമീൻ പറഞ്ഞതും എന്തിനാണോ അതിന്റെ വിപരീതമാണ്. ഇങ്ങനെ ആ മലക്കുകൾ ഖിയാമത്ത് നാൾ വരെ നമ്മുടെ ഖബറിനെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്. രണ്ടാമത് പുനർജന്മത്തിന്റെ കാലത്ത്, ഖബറിൽ നിന്ന് മഹ്ശറയിലേക്ക് കൊണ്ടുപോകുന്ന കാലത്ത് അല്ലാഹു തആലാന്റെ ഈ മലക്കുകൾ അല്ലാഹ് ഏൽപ്പിച്ചതാണല്ലോ നമ്മെ സൃഷ്ടിച്ച്. എന്നാണോ റഖീബ് അതീദിനെ നമ്മുടെ കൂടെ നിശ്ചയിച്ചത്, അന്ന് മുതൽ ഇവർ നമ്മെ പിന്തുടരുകയാണ്. മഹ്ശറയിൽ കൊണ്ടുപോയി അള്ളാഹുവിന്റെ മുമ്പിൽ അങ്ങ് നിർത്തി കൊടുക്കുന്നത് വരെ അവർക്ക് സമാധാനമില്ല. എഴുന്നേറ്റു, ഖബറിൽ നിന്ന് എഴുന്നേറ്റു. എവിടെ നിന്നോ കേട്ട ശബ്ദത്തിന്റെ അടുക്കലേക്ക് ജനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും വഴിയിൽ വെച്ച് പിന്മാറാൻ ശ്രമിച്ചാൽ നടക്കുകയില്ല. തെളിച്ചു കൊണ്ടുപോകാൻ ഒരു മലക്കുണ്ട്. കൂടെ റിക്കാർഡുകൾ ചുമന്നുകൊണ്ട് സായിഖുൻ വശഹീദ് തെളിച്ചു കൊണ്ടുപോകുന്ന ഒരു മലക്കുണ്ട്. അവനെ മുന്നോട്ട് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു മലക്കുണ്ട്. കൂടെ റിക്കാർഡുകൾ ചുമന്നുകൊണ്ടിരിക്കുന്ന മറ്റേ മലക്കുമുണ്ട്. ഇവര് രണ്ടുപേരും കൂടി മഹ്ശറയിലേക്ക് കൊണ്ടുപോകുന്നു. പോകുന്ന വഴിയിൽ വെച്ച് ദുന്യാവിൽ എന്തെങ്കിലും സങ്കീർണമായ വല്ല പ്രശ്നങ്ങളും നേരിടാൻ പോകുമ്പോൾ പലരെയും നാം സമീപിക്കാറില്ലേ? ഉന്നത തലങ്ങളെ സമീപിക്കാറുണ്ട്. ആ പ്രശ്നം ഒന്ന് പരിഹരിച്ചു തരാൻ പറ്റുമോ? പോലീസുകാരൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, നാളെ SI പോലീസ് സ്റ്റേഷനിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. പന്തിയല്ല എന്ന് നമുക്ക് മനസ്സിലായാൽ, പോലീസുകാരൻ വന്നിട്ട് നിന്നെ കൊണ്ടുപോകാൻ വന്നതാണെന്ന് പറഞ്ഞാൽ ഞാനങ്ങ് വന്നുകൊള്ളാം, സാർ പൊയ്ക്കോ, പോലീസുകാരനെ വിടും. പിന്നാലെ നാം പോകുന്നതിന് മുമ്പ് പറഞ്ഞ സമയത്ത് SI ചെല്ലാൻ പറഞ്ഞ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തും. പക്ഷെ എത്തുമ്പോഴേക്ക് ദുനിയാവിൽ വൻകിട മേഖലകളിലേക്ക്, ഉയർന്ന സ്ഥലങ്ങളിലേക്കുള്ള ഉദ്യോഗസ്ഥന്മാർക്കും രാഷ്ട്രീയ നേതാക്കൾക്കും വിളിച്ചു പറഞ്ഞിട്ട് എന്നോട് പോലീസ് അങ്ങ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പോകുന്നു. അവിടെ ചെന്നാൽ എന്നോട് മയമായി പെരുമാറുകയും എന്നെ രക്ഷപ്പെടുത്തുകയും വേണം, എന്നെ കുടുക്കിക്കളയരുത്. നാം എത്തുമ്പോഴേക്ക് അതാ ഉന്നതങ്ങളിൽ നിന്ന് ഫോൺ വരുന്നു, ദുന്യാവിൽ രക്ഷപ്പെടാം, പലരെയും സ്വാധീനിക്കാം, പലരെ പിടിച്ചുകൊണ്ട് അവിടെ നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗമുണ്ടാക്കാം. അതേ സമയത്ത് ഇവിടെ അത് നടക്കുമോ? ബാപ്പനെ സമീപിച്ചാൽ ബാപ്പ രക്ഷപ്പെടുത്തി തരുമോ? ബാപ്പ മക്കളെ സമീപിച്ചാൽ മക്കൾ രക്ഷപ്പെടുത്തി കൊടുക്കുമോ? എന്താണ് അവിടുത്തെ അവസ്ഥ? ഒരാളും ഒരാളെയും സഹായിക്കുകയില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ സാഹിബതിഹി വ അഖീഹി